രക്ഷിക്കുന്നിടത്തോളം ദൈവമേ ഞാൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഈ പുതിയ വർഷത്തിൽ 2025 പ്രവേശിച്ചുകൊണ്ട് ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തോത്ര പ്രാർത്ഥന ചെയ്യുവാൻ ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, ഈ നല്ല കൂടിവരവനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതിയ വർഷത്തേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നീ കാത്ത് പരിപാലിച്ചു. വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി. ഞങ്ങൾ അർഹിക്കുന്നതിലും വേണ്ടതിലും അപ്പുറമായ നന്മകളെ കൊണ്ട് ഞങ്ങളെ വഴി നടത്തിയ ദൈവം നീയാകുന്നു. നിന്നിൽ നിന്ന് കൂടുതൽ കരുണകളും കൃപകളും പ്രാപിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയിലും അനുഗ്രഹത്തിലും ഞങ്ങളെ വഴി നടത്തണമേ. വന്നുപോയ കുറവുകളെ പരിഹരിക്കണമേ. പുതിയ അനുഭവങ്ങളെയും പുതിയ നന്മകളെയും പിൻപറ്റി ജീവിപ്പാനും അത് ലഭിക്കുന്നത് അനേകർക്ക് പങ്കിട്ട് ജീവിപ്പാനുമുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഓരോ ആഴ്ചകളിലെ കൂടിവരവ് കൂടുതൽ ബന്ധങ്ങളെ പുതുക്കുന്നതിനും ശ്രേഷ്ഠമായ ഞങ്ങളുടെ ആലോചനകളെ നന്മയ്ക്കായി തീർക്കുന്നതിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്മയ്ക്കായി തീരുന്നതിനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. അടിയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണതയോടും സഹിഷ്ണുതയോടും നിന്റെ സന്നിധിയിൽ പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യക്തികളെ അനുഗ്രഹിക്കണമേ. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. സഭയെ അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുന്ന മേൽപ്പട്ടക്കാർ, പട്ടക്കാർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെയും അഭിവന്യ തിരുവേനിയെയും എല്ലാ ശുശ്രൂഷകരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. നിന്റെ സന്നിധിയിലിരിക്കുന്ന സമയം പാഴായി പോകാതിരുപ്പാൻ ഞങ്ങളുടെ വചനങ്ങളെ കേൾപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നല്ല വിത്തുകളെ നല്ല നിലത്ത് വിതപ്പാനും അത് 30, 60, 100 മേനിയായി ഫലം കായ്പാനും ഇടയാകണമേ. ഞങ്ങൾക്കായി വചനം വിതറുന്ന ആചാര്യ ശ്രേഷ്ഠനെ അനുഗ്രഹിക്കണമേ. നിന്റെ ബുദ്ധിയിൽ അവനവന്റെ ബുദ്ധിയിലല്ല ദൈവബുദ്ധിയിൽ സംസാരിപ്പാനും അത് അനേകർക്ക് പ്രയോജനകരമായി തീരുവാനും ഞങ്ങൾക്കെല്ലാം ഇടയാകണമേ. സകല നന്മകൾക്കായിട്ടും സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴേ നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. 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 ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൊച്ചമ്മമാർക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും ഒപ്പം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാനും നാം സൗഖ്യപ്പെടുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവേഷ്ടം അനുസരിച്ച് ജീവിപ്പാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിച്ചുവല്ലോ. ഇന്ന് സൗത്ത് വെസ്റ്റ് ഡയോസിസിന്റെ അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അതേപോലെ തന്നെ 2009 മുതലുള്ള എല്ലാ മർത്തമറിയം സമാജം ഭാരവാഹികളും അഭിമന്യ തിരുമേനിമാരും വൈദിക ശ്രേഷ്ഠന്മാരും റീജിയണൽ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അത് ആ ഭാരവാഹി ടീം, റീജിയണൽ സെക്രട്ടറീസ്, മെമ്പേഴ്സ് എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഭാരവാഹികളായ ബഹുമാനപ്പെട്ട ആശുമാരും ജനറൽ സെക്രട്ടറി എല്ലാം ഈ പ്രാവശ്യം ഭാരമേറ്റവരും ഇന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാ തലകൾ വണക്കിയിരിക്കുന്ന മക്കളെ ഒപ്പം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് കൂടി നമുക്ക് തുടരാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. നമ്മളെ ഈ പ്രാർത്ഥനയിൽ പങ്ക് കൊള്ളുന്നില്ലാത്തവരെല്ലാവരും മ്യൂട്ട് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ചേലാകർമ്മം ഇപ്പോൾ ദനഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കുനൻ കുരിശ് സത്യം ഓർക്കുന്നു. ഈ സമയത്ത് ഒരു പാട്ടോടുകൂടി നമുക്ക്
നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ഷീന പുനസ് പ്രാർത്ഥന. നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ എൻ പിതാവേ യഹോവേ, ഇമ്പമുള്ള ജീവിതവും ഏറെ ദാനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കും നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നേരുനിരപ്പാം വഴിയോ നീണ്ട നാദയോ ഗുരുതോ പാരം കാരോടുന്നതോ പാരീതിലും ഭാഗ്യങ്ങളോ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ, നിൻ തിരുനാമനിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘത്തുണുകളാൽ അടിയാനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാക്ഷിക്കുക. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പുതിയ ഭാരവാഹിത്വം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷീന പുനൂസ് ഈ വർഷത്തിലെ അവിടുത്തെ ഹിതം പോലെ നയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മളെ എല്ലാവരെയും പുതിയ വർഷത്തിൽ അവിടുത്തെ ഹിതം പോലെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വേദപുസ്തകം വായിച്ച് 80-ൽ പരം വയസ്സുള്ള 3 അമ്മമ്മമാരാണ് നമ്മളെ വേദപുസ്തകം വായിച്ച് തുടങ്ങിയത്. കണ്ണു കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു അമ്മമ്മയുണ്ട്. ദൈവം അമ്മാമ്മയെ സഹായിച്ചു. നമുക്ക് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് വൈവി ജോൺ അമ്മാമയ്ക്കും മേരി കുര്യനമ്മാമയ്ക്കും റാഹേൽ അമ്മാമയും കുടുംബത്തോടെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന നടത്തിയ അബിയബ്രാം അച്ഛനെയും ഇസപ്രാസ് അച്ഛൻ, സുനു ജോയ്, ലിനി കൊച്ചുമ്മ എല്ലാവരും നമുക്കുള്ള ഏറ്റവും അനുഗ്രഹം അതാണ്. എല്ലാ ഭാരവാഹികളും കൂടെ ഇതിനകത്തോട് പങ്കുകൊള്ളുന്നത് സന്തോഷം. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ശോശാമ്മ ചാണ്ടി അമ്മാമ, സൂസി ചാണ്ടി അമ്മാമ ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കും. എല്ലാവരും വേദപുസ്തകം തുറന്ന് വായിക്കണമേ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ.
മാമ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. കരുണയുള്ള ദൈവമേ, വിശുദ്ധ വേദപുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അതിൽ മറിഞ്ഞിരിക്കുന്നതും ഞങ്ങൾക്ക് പ്രയോജനമുള്ളതുമായ മഹത്വമുള്ള കാര്യങ്ങളെ വായിച്ചറിയുവാനും അതിൽ നിന്ന് കണ്ടുപഠിപ്പാനും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അതിന് പ്രകാരം ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമീൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കുന്നവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവേൻ. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പാറിക്കുമോ? ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രയോജനപരമായ വിശുദ്ധ വേദപുസ്തകത്തിലെ ജീവനുള്ള വചനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമീൻ. അഭിവന്യ തിരുമേനിക്ക് നമ്മോടൊപ്പം ഉണ്ടാവാൻ ദൈവം സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അഭിവന്യ തിരുമേനി ദൈവിക സാന്നിധ്യത്തിന് തുല്യമായി ഞങ്ങളോട് ഉണ്ടായല്ലോ. കൗമ പ്രാർത്ഥന നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യകാലം എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഒരങ്ങളുടെ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ദുഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോന്മോട്ടോട് ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നീകനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ഫലമായ നമ്മുടെ കർത്താവ് മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യേ മർത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. തിരുമേനിയെ പുതിയ വർഷത്തിൽ പുതിയ കൃപകളോടുകൂടി നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ അനുതാപ പ്രാർത്ഥന ചെയ്യണമേ. ബാറക്കുമോർ. ഞങ്ങളുടെ ഉടയവനായ കർത്താവും സ്വർഗീയ പിതാവിന്റെ വചനവും ഏകപുത്രനും ജീവൻ നൽകുന്ന കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചവനും ജീവൻ നൽകുന്ന മരണത്താൽ മരണത്തിന്റെ ശക്തിയെ കെടുത്തിയവനും സംരക്ഷിക്കപ്പെടാവതല്ലാത്ത നടപടി മൂലം ജ്ഞാനികളുടെ ജ്ഞാനത്തെയും വിദ്വാൻമാരുടെ തിരിച്ചറിവിനെയും കുറ്റപ്പെടുത്തി ജയിച്ചവനും രക്ഷാകരമായ ശ്ലീവായുടെ ശക്തിയാൽ പാതാളത്തിന്റെ വാതിലുകളെ തകർത്തവനും പാതാളത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് ആദാമിനെയും മക്കളെയും രക്ഷിച്ചവനുമായ മിശിഹാ തമ്പുരാനെ, നിന്റെ കൃപയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദുഷ്ടനായ സാത്താന്റെ അഗ്നിയസ്ത്രങ്ങളെല്ലാം കെടുത്തുവാൻ പ്രാപ്തരായി തീരുവാനായിട്ട് നിന്റെ ജയമുള്ള സ്ലീവായാകുന്ന ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളെല്ലാം നീതിയോടും സത്യത്തോടും കൂടെ നിന്നെ ഞങ്ങൾ ശുശ്രൂഷിക്കുമാറാകണമേ. എന്റെ കർത്താവെ, ഞങ്ങളുടെ സ്വഭാവ ബലഹീനതയെ നിനക്കറിയാമല്ലോ. കരുണയും സഹായവും ഞങ്ങൾക്ക് നൽകുകയും സകല അനീതിയിൽ നിന്നും ഞങ്ങളെ ഒഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിന്റെ നല്ലതായ തിരുവിഷ്ടം പ്രവർത്തിപ്പാനായിട്ട് നിന്നോടുള്ള ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നീ നിന്റെ രാജ്യത്വത്തോടെ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ. നിന്റെ വലതു ഭാഗത്തെ കള്ളൻ എന്ന പോലെ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. കരുണകൾക്കും പാപമോചനത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അവന്റെ യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ നീ കരുണയുള്ളവനും ദയവുള്ളവനും പാപികളോട് കൃപ ചെയ്യുന്നവനും അവരുടെ അപേക്ഷയെ കൈക്കൊള്ളുന്നവനുമാകുന്നു. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയോഗ്യമാകുന്നു. ആമീൻ. ആമേൻ. പുതിയ വർഷത്തേക്ക് ഭാരവാഹിത്വം സ്വീകരിച്ച ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴടുത്തതായിട്ട് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പറഞ്ഞോട്ടെ പറഞ്ഞാട്ട് തരുന്നു. ഓക്കെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പുതിയ ദിനം, പുതിയ കൃപ നമുക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുന്നു. അനുഗ്രഹകരമായ ഒരു വർഷമായി തീരുവാൻ തക്കോണം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും ഉണ്ടാകാൻ തക്കോണം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ സജീവമായ 3 അംഗങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലം മർത്തോറി സമാജത്തെ അനുഗ്രഹകരമായി നയിച്ചു. ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, സുനു ആൻഡ് ലിനി കൊച്ചമ്മ. അവരുടെ അനുഗ്രഹകരമായ ശുശ്രൂഷ അവർ പൂർത്തീകരിച്ചിട്ടില്ല, അവരിതിൽ തുടർന്നുണ്ട്. എങ്കിൽ തന്നെയും ഔദ്യോഗികമായ അവരുടെ ചുമതല കഴിഞ്ഞു. ആ ബാറ്റൻ അടുത്ത പുതിയ നമ്മുടെ എബിഎച്ചിനെയും ഷിനിയെയും നമ്മുടെ ഷീനായെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അതിൻ്റെ പങ്കാളികളായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എലിസബത്ത് ടീച്ചർ വളരെ സജീവമായ കാര്യത്തിലുണ്ട്. അപ്പം ടീച്ചറും എല്ലാവരുടെയും നേതൃത്വത്തിൽ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു ലീഡർഷിപ്പ് റോൾ നിൽക്കുന്നുള്ളേ ഉള്ളൂ. നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ പങ്കാളികളാണ്. ഒന്നിച്ച് ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവന്നക്കോണം നമുക്ക് എബിഎച്ചിന് വേണ്ടിയിട്ടും ഷിനിക്ക് വേണ്ടിയിട്ടും ഷീനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എലിസബത്ത് ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർ കൂട്ടായിരിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം ആദിമസഭയിൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന ആദിമസഭയിൽ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കൂടി എല്ലാ വെള്ളിയാഴ്ചയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മൾ കൂടി വരുന്നത്. അമ്മയെപ്പോലെ ആധുനിക സമൂഹത്തിന് പ്രാർത്ഥന ഒത്തിരിയുള്ള ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുമിച്ച് ചേർന്ന് അമ്മയെപ്പോലെ
സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നു. ആ അനുഗ്രഹമായ ശുശ്രൂഷ ദൈവകൃതപ്രകാരം ചെയ്യാൻ തക്കവണ്ണം എല്ലാവർക്കും കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് എബിയച്ചനെയും ഷെനിയെയും ഷിനായെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എലിസബത്ത് ടീച്ചറിനെ ലീഡർഷിപ്പിനെ വ്യക്തിയുമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പങ്കാളികളാണെന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. 2025 എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ അറൗണ്ട് 100 people, 120 സംടൈംസ് ആ ഒരു റേഞ്ചിലാണ്. നിങ്ങൾ കൂടി വരുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരാളെയും കൂടെ നിങ്ങൾ ഇതിനകത്ത് പങ്കാളികളാക്കണം. അങ്ങനെ നമുക്ക് കൂടുതൽ പേർ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന് അനുഗ്രഹമാണ്. നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം ഈ പ്രകൃതിക്കും മനുഷ്യജീവിതത്തിനും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് വലിയ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായി ഈ 1 മണിക്കൂർ നേരം ഒന്ന് മാറ്റിവെക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന 92 പേര് ഇപ്പം കൂടി വന്നിട്ടുണ്ട്. അത് ഇരട്ടിയായി കൂടുതൽ പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാക്കി എടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരാളെങ്കിലും അടുത്ത പ്രാവശ്യത്തെ പ്രയർ മീറ്റിംഗിൽ പങ്കാളികളാകാതെ കോണം പ്രത്യേകം ഉത്സാഹിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരും രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ കഴിയുന്ന എല്ലാവരുടെയും പേരുകൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എസ് ടീച്ചർ, എബിയച്ചൻ, ഷിനി, ഷീന, മറ്റേ മെമ്പേഴ്സ് നിങ്ങൾക്ക് തുടരാം. ദൈവം കൂട്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനിയോടുള്ള നന്ദി അറിയിക്കും. തിരുമേനി വളരെ തിരക്കിലാണെന്നറിയാം. ഒരുപാട് കാര്യങ്ങളിലാണ് തിരുമേനി ഇടപെട്ടത്. ഞാൻ രാവിലെയും തിരുമേനി എനിക്ക് മെസ്സേജ് അയച്ചു, പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ തിരക്കിനിടയിലും തിരുമേനി നമ്മളോടുള്ള സ്നേഹം മൂലം വന്നു. തിരുമേനിയുടെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട്. പ്രാർത്ഥന എപ്പോഴും ഉണ്ട്, സഹായമുണ്ട്. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് തിരുമേനിയോട് പ്രത്യേകിച്ച് ഔദ്യോഗികമായ നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. തിരുമേനി എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്, എപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു സ്നേഹം, ഭക്തിയും ആദരവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് തിരുമേനിയോട് അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനി തിരക്കിനിടയിലും വന്നതിലുള്ള സന്തോഷവും അറിയിക്കുകയും ചെയ്യും. അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ എല്ലാവരും കൂടുതൽ അംഗങ്ങൾ വന്ന് നമുക്ക് ഒന്നിച്ച് പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സഹായിക്കണമെന്നും കൂടുതൽ പേരെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണമെന്നും നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പാട്ടോടുകൂടി പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ആൻ മാത്യു പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കും. പുതുവത്സരത്തിൻ പിറവിയിൽ പിൻപിലുള്ളതെല്ലാം പോയി മറഞ്ഞു. പുതുതാക്കി തീർക്കാം പുരാണ കാര്യങ്ങൾ. പുകഴ്ത്താം കർത്താവേ പുതുനാവാൻ. ഈ ആണ്ടു കാക്കണേ ഈ ദേശത്തെ, ഈ ലോകബാധയാൽ ഈളകാതെ. ഈശോ കൃപ നൽകി ഈശൻ വിശ്വാസത്തെ ഈ അടിയാർക്കെല്ലാം ഈടാക്കണേ. വരും കാലങ്ങളെ വല്ലഭനെ വശക്കേടില്ലാതെ വഹിച്ചിടാൻ. വല്ലഭൻ ദൈവമേ വശം നീ തരിക. വലിയ പാപങ്ങൾ വഹിച്ചോനേ എന്നേക്കും മഹത്വം ഏകപിതാ. എന്നേക്കും മഹത്വം ഏകസുതാ. എന്നേക്കുമേ ഏവം ഭവിഷ്യതി.
ഏറ്റം സ്തുതി. അന്മാത്വനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവത്സരത്തിന്റെ പിറവിൽ പിൻപിലുള്ളതിനെല്ലാം മറന്ന് മുന്നോട്ട് ഓടുവാനും ഈ ദേശത്തെയും നാം വിട്ടുവന്ന ദേശത്തെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും, ഇന്നു മുതൽ ഈ പ്രാർത്ഥന തുടങ്ങിയ മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട സാംകെ ദാനിയൽ അച്ഛനാണ്, ബഹുമാനപ്പെട്ട IB എബ്രഹാം അച്ഛനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വചനം പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാമും വചനം പ്രമാണിക്കുന്ന നമ്മ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകേണ്ടതാകുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട IB എബ്രഹാം അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തേക്ക് പ്രവേശിച്ചു. ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഒരുപാട് പ്രാർത്ഥനകളിൽ നമ്മൾ സംബന്ധിച്ചു. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് നേടി എന്നുള്ളത് നമ്മൾ ഒരുപോലെ ചിന്തിക്കേണ്ട ഒന്നാണ്. അത് ദൈവം തരുന്ന കൃപകളിലും അനുഗ്രഹങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിൽപ്പാനുള്ള ഒരു ശക്തിയായി മാറണം. ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും അത് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ പങ്കിട്ട് ഒരുമനപ്പെട്ട് മുൻപോട്ട് പോകുവാനുമുള്ള ഒരു ശക്തിയായി നമ്മുടെ കൂടെ ദൈവവചനം എന്നും പാതയ്ക്ക് പ്രകാശമായി നിലനിൽക്കുവാനും ഇടയാകണം എന്നുള്ള കാര്യം മാത്രം ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നയിച്ച പ്രിയപ്പെട്ട ഐസക്കച്ചനും സുനുവും ലിനിക്കൊച്ചമ്മയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവർ നൽകിയ നേതൃത്വം വളരെ അനുഗ്രഹീതമായിരുന്നു. ആ അനുഗ്രഹീതമായ നേതൃത്വത്തിന്റെ ആ അറിവും ജ്ഞാനവും ഞങ്ങളോടൊപ്പവും ഉണ്ടാവും എന്ന് നമുക്കറിയാം. അവരുടെ എല്ലാ പ്രാർത്ഥനയും സഹായവും സാന്നിധ്യവും ഒക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ട്. അതിനുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ഒരു വാക്കിൽ അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം മുതൽ ഇതിന്റെ ചുമതല എടുക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സഹായവും പിന്തുണയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അത് ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാ ദിവസവും ഈ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതും കൂടി ചെയ്യണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാന്യനായ സാംകെ ദാനിയൽ അച്ഛനാണ്. അച്ഛനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. അച്ഛൻ തുമ്പമൺ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്. ഞാനും പ്രിയപ്പെട്ട അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചവരാണ്. 4 വർഷം ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരു ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്തവരാണ്. അതിനുശേഷമാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്നത്. ഒരു സുഹൃത്തും ഒരു സ്നേഹിതനും എല്ലാം ഉള്ള രീതിയിൽ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യവുമാണ്. ഏത് സമയത്തും ഏതാവശ്യത്തിനും പ്രിയപ്പെട്ട അച്ഛനും കുടുംബവും ഞങ്ങളോടൊപ്പം ഒക്കെ നിന്നിട്ടുള്ള സന്ദർഭങ്ങളും ഒക്കെയുണ്ട്. അവരുടെ പ്രാർത്ഥനയിലും സാന്നിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞക്കുകാവ്, അതായത് കോന്നി, പത്തനംതിട്ട കോന്നിയിലുള്ള ഞക്കുകാവ് ഇടവകയുടെ വികാരിയായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. 2 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവര് നരിയാപുരം, പത്തനംതിട്ട തുമ്പമൺ ഭദ്രാസനത്തിലെ നരിയാപുരം ഇമ്മാനുവൽ ഇടവക അംഗമാണ്. ആ കുടുംബത്തെയും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛൻ ഇന്ന് വന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതിൽ അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ നമ്മുടെ ഇടയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. കേൾക്കാമോ? കേൾക്കാം 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 അച്ഛൻ, കേൾക്കാം. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ ഈവാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട
എബിഎച്ചൻ ഉൾപ്പെടെയുള്ള വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2025 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പുതുവത്സരം നേരുന്നു. അമേരിക്കയിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് മുൻപിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന അഭിവന്യ ഈവാനിയോസ് തിരുമേനി 95-ൽ കോട്ടയം പഴയ സെമിനാരിയിൽ 4ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനും ഞാനും 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു. ആ സമയത്ത് അഭിവന്യ തിരുമനസ്സുകൊണ്ട് ജൂനിയേഴ്സായ ഞങ്ങളോട് കാണിച്ച സ്നേഹവും കരുതലും നന്ദിയോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഏകദേശം 23 വർഷക്കാലം തുമ്പമൺ ഭദ്രാസനത്തിലെ ഒരു വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ. ഇടവക ശുശ്രൂഷയിൽ വളരെ പ്രവർത്തന മികവും ഒരു മികച്ച കൺവെൻഷൻ പ്രസംഗകനും എൻ്റെ ഉത്തമ സുഹൃത്തും സഹപാഠിയുമായ എബി അച്ഛൻ ഈ ഭദ്രാസനത്തിൽ നിന്ന് പോയത് തുമ്പമൺ ഭദ്രാസനത്തിന് ഒരു നഷ്ടമാണെങ്കിലും അത് അമേരിക്കൻ ഭദ്രാസനത്തിന് ഒരു നേട്ടമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രസംഗിക്കുവാൻ എന്നെ ക്ഷണിച്ചതിലുള്ളതായ നന്ദി അറിയിക്കുന്നതോടൊപ്പം അച്ഛന് ലഭിച്ച പദവിയായ സൗത്ത് വെസ്റ്റ് ഭദ്രാസന മർത്തമറിയം സമാജം വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തിൽ അച്ഛനെ അഭിനന്ദിക്കുകയും അത് എത്രയും മികച്ച രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അച്ഛൻ ആമുഖ വാക്കുകളിൽ എന്നെ പറ്റി പറഞ്ഞ എല്ലാ വാക്കുകൾക്കും പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്തു. കർത്താവിനാൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള 2 വാക്കുകളാണല്ലോ ലാഭവും നഷ്ടവും. നമുക്കെല്ലാം ഇഷ്ടം ലാഭമാണെങ്കിലും അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചിലരെ സംബന്ധിച്ച് ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ അത് പണം നഷ്ടപ്പെടുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് ബിസിനസ്സിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പരാജയം വന്ന് നഷ്ടം വരുന്നവരുണ്ട്. ചിലരുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാൽ പല നഷ്ടങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാ അർത്ഥത്തിലും. അല്ലെങ്കിൽ മാനം നഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ആഹാരത്തിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്നവരുമുണ്ട്. എന്തായാലും നഷ്ടം എപ്പോഴും ഒരു വേദനയാണ്. എന്നാൽ നഷ്ടം വരുമ്പോൾ നിരാശരാകാതെ നേടിയെടുക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണല്ലോ യേശുക്രിസ്തുവും മാതാപിതാക്കന്മാരും പെരുന്നാളിന് പോയത്. യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയ യേശുക്രിസ്തുവും മാതാപിതാക്കന്മാരും നാം കാണുന്നുണ്ട്. ഈ മാതാപിതാക്കന്മാർ തിരിച്ചു വന്നപ്പോൾ അവർ വിചാരിച്ചു യേശുക്രിസ്തു കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശുക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ 3 ദിവസം കൊണ്ട് അവിടെയും ഇവിടെയെല്ലാം പരിശോധിച്ച് തിരിച്ച് മടങ്ങിച്ചെന്നപ്പോൾ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ നിരാശരാകാതെ നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ 3 നഷ്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. 1 ആട് നഷ്ടം, 2 ദ്രഹ്മനഷ്ടം, 3 മനുഷ്യ നഷ്ടം. പാരബിൾ ഓഫ് ദി ലോസ്റ്റ് ഷീപ്പ്, ദി പാരബിൾ ഓഫ് ദി ലോസ്റ്റ് കോയിൻ ആൻഡ് ദി പാരബിൾ ഓഫ് ദി പ്രൊഡിഗൽ സൺ ആൻഡ് ഹിസ് ബ്രദർ. ഈ ഉപമകൾ പറയുവാൻ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കാലത്ത് ചുങ്കക്കാരും പാപികളും യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ സമൂഹത്തിൽ വിലയില്ലാതിരുന്ന ധാരാളം ആളുകൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരികയും യേശു തമ്പുരാന്റെ വചനം കേൾക്കുകയും ചെയ്തു. അതോടൊപ്പം അവരോട് ഒരുമിച്ച് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചു.
ഇത് കണ്ടപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പെറുപുറത്തപ്പോൾ മറുപടിയായി യേശുക്രിസ്തു പറഞ്ഞ പാരബിളാണ് ഈ 3 പാരബിൾസ്. അതിൽ ഒന്നാമത്തേതിൽ 100 ആടുള്ള ഒരു മനുഷ്യന് ഒരു ആട് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തേതിൽ 10 കോയിനുള്ള ഒരു സ്ത്രീക്ക് ഒരു കോയിൻ നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ കഥയിൽ 2 മക്കളുള്ള ഒരു മനുഷ്യന് ഒരു മകനെ നഷ്ടപ്പെട്ടു പോകും. ഇതിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്നാമത്തെ ഉപമയായ ആട് നഷ്ടം എന്ന വിഷയത്തെ പറ്റിയുള്ള ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അതിന്റെ ആദ്യ ഭാഗത്ത്, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ 1 കാണാതെ പോയാൽ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമരിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുവീൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, യേശുദമ്പരാന്റെ ജീവിത കാലഘട്ടത്തിൽ പാലസ്തീനിലെ ഒരു തൊഴിലായിരുന്നു ആടുമാടുകളെ മേയ്ക്കുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ ഭാഗങ്ങളിൽ നമ്മൾ ആടിനെ പറ്റിയും ഇടയനെ പറ്റി നമ്മൾ വായിക്കുന്നു. അതിൽ യഹോവ ഇടയനും മനുഷ്യവർഗം ആടുകളുമാണ്. നമുക്ക് വളരെ സുപരിചിതമായ എല്ലാ വിശുദ്ധ കുർബാനയിലും ഒരു വൈദികന് വായിച്ചിരിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, യഹോവ എൻ്റെ ഇടയനാകും. അപ്പോൾ യഹോവ ഇടയനും മനുഷ്യവർഗം ആടുകളുമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഈ പാലസ്തീനിലെ ഈ ആട് വളർത്തലിന്റെ പ്രത്യേകത, ഒരു ഇടയന്റെയും ഒരു ആടിന്റെയും ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ ഇടയൻ ആടുകൾക്ക് മനസ്സിലാകുന്ന ഒരു വിളിക്കുമ്പോൾ ഈ ആടുകൾ ആലയിൽ നിന്ന് ഇറങ്ങി ആഹാരത്തിനായി പോകുന്നു. ഉച്ചയാകുമ്പോൾ മറ്റൊരു വിളിക്കുമ്പോൾ അത് അയകുറക്കാൻ വേണ്ടി കിടക്കുന്നു. മൂന്നാമത് വീണ്ടും വിളിക്കുമ്പോൾ അത് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നു, വീണ്ടും ആഹാരത്തിന് പോകുന്നു. സന്ധ്യയാകുമ്പോൾ ഈ ഇടയൻ വിളിക്കുമ്പോൾ എല്ലാ ആടുകളും ആലയിൽ തിരിച്ചു കയറുന്നു. അതുകൊണ്ട് യേശുദമ്പരാൻ പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു. അപ്പൊ ഇപ്രകാരം ഈ ആടുകൾ കയറി കഴിയുമ്പോൾ ഇടയൻ ആലയുടെ മുൻപിൽ കുറെ സമയം ഒരു വടി പിടിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ആ വാതിലിന് കുറുകെ കിടന്ന് ഈ ആടുകളെ ഇടയൻ സൂക്ഷിക്കും. ശത്രു വന്നാൽ, ചെന്നായോ അല്ലെങ്കിൽ സിംഹമോ കരടിയോ ഏത് ശത്രുക്കൾ വന്നാലും ഈ ഇടയൻ ഓടത്തില്ല. ഇടയനെ കടിച്ചു കീറിയാലേ അതിനെ പിടിക്കുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുദമ്പരാൻ പറഞ്ഞത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരു ഇടയൻ എത്ര ശ്രദ്ധയോടെയാണ് ഒരു ആടുകളെ സൂക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ഇതുപോലെ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചിട്ടുള്ളവരല്ലേ? ഞാൻ ഓർക്കുകയാണ്, അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ് നിങ്ങളെല്ലാവരും തന്നെ. ഒരു സമയത്ത് കേരളത്തിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരിക്കൽ പോലും അമേരിക്കയിൽ പോകാം എന്ന് ചിന്തിച്ചിട്ടില്ലാത്ത പല ആളുകളും ഇന്ന് അമേരിക്കയിൽ പോയി ജീവിക്കുന്നുണ്ട്. എന്തായാലും ഈ കേരളത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അത് ഒരു വലിയ പ്രത്യേകത നിറഞ്ഞതാണല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ സുശക്തമായ ഒരു രാജ്യത്ത് പോകുവാനും അവിടെ താമസിക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഇടയൻ ആടിനെ കരുതുന്ന പോലെ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ നമ്മളെല്ലാം കരുതിയിട്ടുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ ആകർഷിച്ച ഒരു ലേഖനം, അത് ഞങ്ങളുടെ തുമ്പോൺ ഭദ്രാസനത്തിലെ അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ വന്നൊരു ലേഖനമാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭദ്രാസനത്തിലെ
ഒരു ശ്രേഷ്ഠ വൈദികനാണ് വർഗീസ് കളിക്കലച്ചൻ. വർഗീസ് കളിക്കലച്ചന് കഴിഞ്ഞ 39 വർഷമായി ഈ തുമ്പമൺ ഭദ്രാസനത്തിലെ ഒരു വൈദികനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഭദ്രാസനത്തിലെ വഞ്ചിത്ര ബസ്ഹാനണിയ പള്ളി വികാരിയാണ്. എന്നാൽ ഈ കഴിഞ്ഞ മാസം അച്ഛൻ്റെ വൈദിക വൃത്തിയിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. അതിന്റെ കാരണം, ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു മകൻ ഇപ്പോൾ ന്യൂയോർക്കിലുണ്ട്. അപ്പോൾ അച്ഛനും കൊച്ചമ്മയും സ്ഥിരമായി അമേരിക്കയിൽ പോകാൻ ഉള്ള കാര്യങ്ങൾ ശരിയായതുകൊണ്ട് അച്ഛന് മനഃപൂർവ്വം ഈ വൈദിക വൃത്തിയിൽ നിന്ന് അദ്ദേഹം അങ്ങ് മാറുകയാണ്. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം ഒരു എഴുത്തെഴുതിയപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, തണ്ണത്തോടെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ആ അച്ഛൻ 39 വർഷക്കാലം ദൈവം തമ്പുരാന്റെ കരുതലും അനുഗ്രഹവും അനുഭവിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ ഒരു വാക്യം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ 50 രൂപ ഇല്ലാത്തത് കൊണ്ട് എക്സ്കർഷന് പോകുവാൻ സാധിക്കാത്ത അച്ഛൻ ഇന്ന് 28 രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഒരു സമയത്ത് 50 രൂപ പോലും എടുക്കാതിരുന്ന അച്ഛന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 28 രാജ്യങ്ങൾ പോകുവാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുക. പ്രിയമുള്ള, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരാളുകളെ ശ്രദ്ധയോടെ പരിപാലിച്ച് നിൽക്കുന്നത് പോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമ്മളെ അത്ര ശ്രേഷ്ഠമായിട്ടാണ് പരിപാലിക്കുന്നത്. എന്നാൽ ഈ ഇടയൻ ആടുകളെ ഇത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിച്ചിട്ടും ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആരാണ് ഈ നഷ്ടപ്പെട്ടു പോയാണ്? അതൊരു പക്ഷേ ഞാനാകാം, നിങ്ങളാകാം. നമ്മൾ രാത്രി നമസ്കാരം നടത്തുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയി, നിന്റെ ഭൃത്യനെ അന്വേഷിക്കണമേ. കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയി, നിന്റെ ഭൃത്യനെ അന്വേഷിക്കണമേ. അതുകൊണ്ട് ഈ ഒരു ആട് ഒരു പക്ഷേ ഞാനാകാം, നിങ്ങളാകാം. അതുകൊണ്ട് ഒന്നാമതായി നാം ഇവിടെ കാണുന്നുണ്ട്, ഇടയൻ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു ആട് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നുണ്ട്, നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ഇടയൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ബാക്കി 99 ആടുകളെയും മരുഭൂമിയിൽ വിട്ടിട്ട് പോവുകയാണ്. ഇതെന്തുകൊണ്ടാണ് 99 ആടുകൾ മരുഭൂമിയിൽ അവരെ വിട്ടിട്ട് പോകുന്നു? ഇവിടെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ വിട്ടിട്ട് പോയ ഈ ആടുകൾ നീതിമാന്മാരുടെ പ്രതിനിധികളാണ്. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരാണ്. നമുക്കിതിനെ വിളിക്കാം ക്രിസ്തുവിന്റെ കരങ്ങളിലുള്ള ആടുകളാണ്. ക്രിസ്തുവിന്റെ കരങ്ങളിലുള്ള ആളുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് മരുഭൂമി ആയാലും എവിടെയായാലും. എന്താണ് മരുഭൂമി? ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായ ഒരു നോവലായിരുന്നുവല്ലോ ആടുജീവിതം. നമ്മുടെ സഭാംഗമായ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. ആടുജീവിതത്തെ പറ്റിയുള്ള ഒരു സിനിമ. ഈ പുസ്തകവും സിനിമയും കാണുമ്പോൾ ഒരു പരിധി വരെ മരുഭൂമി എന്താണെന്നും മരുഭൂമിയിലെ ആടുകളുടെ ജീവിതം എന്താണെന്നും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കുവാൻ സാധ്യമാകും. എന്തായാലും പ്രിയമുള്ളവരെ, മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായ ഒരു സാഹചര്യങ്ങളും ഇല്ലാത്ത സ്ഥലമാണ് മരുഭൂമി. നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ലാത്ത അനുഭവമാണ് മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആളുകൾ പറയും, എൻ്റെ അച്ഛ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഭയങ്കരം കറക്കം, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു മരുഭൂമി ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും ശരിയാകാത്ത, നമുക്ക് എന്തോ ചെയ്താലും, അത് അമേരിക്കയിലായാലും എവിടായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും എന്ത് ചെയ്താലും ശരിയാകാത്തൊരു അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം. ആ അനുഭവത്തിൽ നമ്മൾ ഒത്തിരി വിഷമിച്ചു പോകും. നമുക്കറിയാമല്ലോ, ഈ ഇസ്രായേൽക്കാരുടെ ജീവിതയാത്രയിൽ നമ്മൾ വായിക്കുന്നത് മരുഭൂമി യാത്ര അതികഠിനമെന്ന് നമ്മൾ പാട്ടുപാടും. മരുഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാത്ത അവിടെ വെള്ളമില്ല, അവിടെ സർപ്പമുണ്ട്, അവിടെ ഭയങ്കര ചൂടാണ്, ഉഷ്ണക്കാറ്റുണ്ട്, അവിടെ തണലില്ല, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ അവിടെ നാം ഒരു വേദഭാഗം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശങ്ങളിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു.
നമ്മുടെ എല്ലാം ജീവിതത്തിൽ മരുഭൂമിയാകുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ വരുമ്പോൾ ഓർക്കുക, ദൈവം തമ്പുരാൻ നമ്മളെ കൺമണി പോലെ സൂക്ഷിക്കുന്നവനാണ്. എന്താണ് കണ്ണിന്റെ കൃഷ്ണമണിയുടെ പ്രത്യേകത? ഒരു പൊടി പോലും കണ്ണിൽ വീഴാതെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൺപോളുകൾ അടയുന്നു, തുറക്കുന്നു. ആ കണ്ണിൽ ഒരു പൊടി പോലും വീഴാതെ നോക്കുന്ന പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന മരുഭൂവസ്ഥകളിൽ യേശു തമ്പുരാൻ നമ്മളെ കാത്ത് പരിപാലിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അതിനെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതം ഒരു വേള മരുഭൂമിയിലൂടെ ആകാം, പക്ഷേ മരുഭൂമി മുന്തിരിത്തോട്ടമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ രണ്ടാമതായി നമ്മൾ കാണുന്നുണ്ട്, ഈ ഒരു ആടിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ 99 ആടുകളെയും മരുഭൂമിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു മനുഷ്യൻ. അത് ഒരു പക്ഷെ ഞാനും നിങ്ങളുമാകാം. നമ്മുടെ ജീവിതത്തിൽ നീതിമാന്മാരെ പോലെ ജീവിക്കുമ്പോൾ ഓർക്കുക, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതായിട്ട് ഈ 99 വിട്ടു കഴിഞ്ഞിട്ട് ഇടയൻ ചെയ്തത്, കാണാതെ പോയതിനെ കണ്ടു കിട്ടുന്നിടം വരെ തിരക്ക് നടക്കുന്ന ഇടയനാണ്. കാണാതെ പോയ ഒരു ആടിനെ കണ്ടു കിട്ടുന്നിടം വരെ തിരക്കുന്ന ഒരു ഇടയൻ. ഈ ഒന്നിനെ തേടി നടക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 1 എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ഒന്നില്ലാതെ മുകളിലോട്ട് ഒരു സംഖ്യയില്ല, താഴോട്ടുമില്ല. അതുകൊണ്ട് പോയവൻ പോകട്ടെ എന്നുള്ളതല്ല ക്രിസ്തുവിന്റെ ഇഷ്ടം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടം വന്നാൽ ചിലര് ചിന്തിക്കും, അത് പോകട്ടെ, വേറെ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയല്ല ഇവിടെ. ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ അത് വേണ്ടാന്ന് വെക്കാതെ ഈ മനുഷ്യൻ 99 ഉപേക്ഷിച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയതിനെ തേടി നടക്കുന്ന അനുഭവമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം വേദപുസ്തകത്തിൽ യോനാ പ്രവാചകന്റെയാണ്. യോനാ പ്രവാചകനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ച യോന തർശീസിലേക്ക് പോവുകയാണ്. പക്ഷേ യോനായെ തന്നെ തിരികെ കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ദൈവം കൽപ്പിച്ച ഒരു കാറ്റ് വന്നു, ഒരു മത്സ്യം വന്നു, അത് ഛർദ്ദിക്കുന്നു, ഒരു ആവണക്ക് വന്നു, ഒരു പുഴു വന്നു, അവസാനം ജനം മാനസാന്തരപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം തമ്പുരാൻ തേടി നടക്കുന്നവരാണ്. ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ കൂടെ ദൈവം തമ്പുരാന് സ്നേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരു പഴയ ഗാനത്തിന്റെ ഒരു വരി ഈ പ്രകാരം പാടാം. അതിങ്ങനെയാണ്: തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. കർത്താവിൽ പ്രിയമുള്ളവരെ, നാം ഇതുവരെയും ആ സ്നേഹത്തിലായില്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ സ്നേഹത്തിലാകണം. ഞാനും നിങ്ങളെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ സ്നേഹനിധിയായ പിതാവ് നമ്മെ തേടി നടക്കുന്നവരാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ മൂന്നാമതായി ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതിനെ തേടി നടക്കുന്ന അനുഭവം നാം കാണുകയാണ്. നാലാമതായി ഈ മനുഷ്യൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തുകയാണ്. അത് ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കാം, ഒരു ദിവസം എടുക്കാം, 2 ദിവസം എടുക്കാം, 1 മാസം എടുക്കാം. എന്തായാലും കണ്ടു കിട്ടി കഴിഞ്ഞപ്പോഴുള്ള 4ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കണ്ടു കിട്ടിയാൽ തോളിൽ ഏറ്റി നടക്കുന്നവരാണ്. ദൈവത്തിലാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമ്പൂർണ്ണ കരുതലാണ്. ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മളെ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു കരുതൽ. അതിനെപ്പറ്റി യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ: ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഒരു ഇടയന്റെ പ്രത്യേകത ഇതാണ്: കുഞ്ഞാടുകളെ, കുഞ്ഞാടുകളെ അവൻ ഭുജത്തിൽ എടുത്ത് മാർവൂർ അണയ്ക്കുന്നവനാണ്. തള്ളയാടുകളെ പതുക്കെ നടത്തുന്നവനാണ്. അതെന്തിനു വേണ്ടിയാണ്? നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു പ്രസവം കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും അവധി ഉണ്ടാകും.
പ്രസവിച്ചു കഴിഞ്ഞാലുള്ള ക്ഷീണം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, കുഞ്ഞിന് പാല് കൊടുക്കുന്ന അനുഭവം, അതിനുവേണ്ടി പ്രസവിക്കുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു കരുതൽ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ തള്ളയാടുകളെ, പ്രസവിച്ചു കഴിഞ്ഞ തള്ളയാടുകളെ ഒരു ഇടയൻ പതുക്കെ നടത്തുന്നവനാണ്. ശക്തിയില്ലാത്ത കൊച്ചു കുഞ്ഞാറുകളെ ഇടയൻ ഭുജത്തിലെടുത്ത് വഹിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ കരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ എറിഞ്ഞു കളയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, എന്റെ കരത്തിലുള്ള ആടുകളെ ആർക്കും പിടിച്ചു പറിക്കുവാൻ സാധ്യമല്ല. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. കേരളത്തിലെ ഒരു കാര്യമുണ്ടല്ലോ, ഒരു കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. ഒരു സാധാരണ കോഴി ആയിരിക്കുമ്പോൾ അതിന് വലിയ ശൗര്യമൊന്നുമില്ല. പക്ഷെ അത് മുട്ട അടവെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പോൾ, അത് മനുഷ്യരായാലും മൃഗങ്ങളോടായാലും അല്ലെങ്കിൽ പരുന്ത് വന്നാലും പുള്ളു വന്നാലും ഭയങ്കര ശൗര്യമാണ്. അതെന്തിനു വേണ്ടിയാണ്? തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ അനുഭവം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറിക്കുന്ന പോലെ എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ നിങ്ങൾ വായിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരു നാളും കൈപിടിക്കത്തില്ല. അപ്പോൾ ചുമരിൽ ഏറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ ആളുകൾ മലവും മൂത്രവും വിസർജിക്കാറുണ്ട്. അങ്ങനെ വിസർജിച്ചാലും ഈ ആടിനെ ഇടയൻ എടുത്തു കളയത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങള് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്കത് വലിയ ഇച്ചീച്ചി ഒന്നും വരും. പക്ഷെ അന്യന്റെ കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് ചില ഇച്ചീച്ചി വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നല്ല ഇടയനാ ദൈവം തമ്പുരാൻ നമ്മളെ ചുമരിലേറ്റുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഇടയൻ നമ്മളെ തള്ളിക്കളയത്തില്ല. അഞ്ചാമതായി, ഈ തോളിലേറ്റി ഇടയൻ അവസാനമായി ചെയ്യുന്ന കാര്യം അദ്ദേഹം വീട്ടിൽ എത്തിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ എത്തിക്കുന്ന ഒരു ഇടയൻ. യേശു തമ്പുരാൻ എന്ന ഇടയൻ പാപച്ചെടികളാകുന്ന വനാന്തരത്തിൽ നിന്ന് നമ്മളെ കണ്ടുപിടിച്ച് ചുമരിലേറ്റുക മാത്രമല്ല, പിന്നെയോ വീട്ടിൽ എത്തിക്കുന്നത് വരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇടയനാണ്. ഏതാണ് നമ്മുടെ വീട്? ക്രിസ്തു നമ്മളെ എത്തിക്കുന്ന വീട് എപ്പോഴും നിത്യഭവനമായിരിക്കും. അതിനെപ്പറ്റി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 5:1. കൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. നമ്മളെല്ലാവരും ഒരു പാട്ട് പാടാറുണ്ടല്ലോ, എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ടേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം, എനിക്കായിട്ടേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. നല്ല ഇടയനായ യേശു തമ്പുരാൻ എന്നെ നിങ്ങളെയും ഒരു വീട്ടിലെത്തിക്കും. ആ വീട് നിത്യഭവനമാണ്. നാം ഈ കൂടാരത്തിൽ നിന്ന് പറന്നു പോകുന്നവരാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചതുപോലെ മൃത്യു എന്ന നിരയിൽ നാം എല്ലാവരും ക്യൂ നിൽക്കുന്നവരാണ്. നമ്മുടെ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ കൂടാരത്തിൽ നിന്ന് നമ്മൾ പറന്നു പോകുന്നവരാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാനും പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ വീണ്ടും വന്ന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഈ വലിയ പ്രത്യാശയിൽ നമുക്ക് ആയിത്തീരുവാൻ സാധ്യമാകട്ടെ. അപ്പോൾ അവസാനമായി നമ്മൾ ചിന്തിച്ചു, ഈ ഇടയൻ ആടിനെ വഹിച്ചിട്ട് ചുമലിലെത്തിക്കൊണ്ട് ഒരു വീട്ടിൽ എത്തിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ വരാം. നമ്മൾ നല്ലവരായി ജീവിച്ചാലും പ്രയാസങ്ങൾ വരാം. എന്നാൽ അപ്പോഴെല്ലാം ദൈവം തമ്പുരാന്റെ ഒരു ഇടയനെ പോലെ നമ്മളെ പരിപാലിക്കുന്ന യേശുവിന്റെ സ്നേഹം കൂടെ ഉണ്ടാകും. ആ അർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും നഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ട് വന്നാലും ദൈവം തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോട് ജീവിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസരം ലഭിച്ചതിലുള്ളതായ നന്ദി ബഹുമാനപ്പെട്ട ഇബി എബ്രഹാം അച്ഛനും ഞാനും അച്ഛൻ പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അനേക വർഷത്തെ പരിചയവും സുഹൃത്ത് ബന്ധവും എല്ലാം ഉള്ള അവരാണ്. അച്ഛന് എനിക്കൊരു അവസരം തന്നു. പ്രത്യേകമായി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയും ഒരു നല്ല പുതുവർഷം നിങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ദൈവസന്നിധിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
നല്ല ഇടയൻ, ആട് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കേൾക്കുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങൾ. നഷ്ടം വരുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മോടൊപ്പം ആയി തീരുന്നത്, നമ്മുടെ നഷ്ടങ്ങളിൽ എങ്ങനെയാണ് ദൈവം നമ്മെ കരുതുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് അറിയാം, ലാഭങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും ദൈവം കൂടെ ഉണ്ടെന്ന് പറയും. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്. ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചാൽ നമ്മൾ പറയാം ദൈവം തന്നതാണ്. നഷ്ടപ്പെട്ടത് തിരികെ തന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിചാരിക്കും. നഷ്ടം വരുമ്പോൾ, സങ്കടങ്ങൾ വന്ന് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി, നമ്മുടെ ജീവിതങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് ഇന്ന് ലോകത്തിൽ കൂടുതലുള്ളത്. അവിടെയൊക്കെ ദൈവത്തെ കുറ്റപ്പെടുത്താനാണ് നമ്മൾ കൂടുതൽ. പക്ഷെ ദൈവം പുറകെ ഉണ്ടോ എന്ന്, കൂടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിലും ദൈവത്തെ കാണാതെ പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് വഴിതെറ്റി ഇങ്ങനെ പോകുമ്പോൾ കൂടെ ദൈവമുണ്ട്, അന്വേഷിച്ച് പുറകെ ഉണ്ട്. പക്ഷെ ആ ദൈവത്തെക്കാൾ വേഗത്തിൽ നമ്മൾ ഓടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വഴികളിൽ ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കരുതുന്ന, തോളിലെടുക്കുന്ന, പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഈ പുതിയ വർഷം ദൈവത്തിന്റെ കരങ്ങളിലും ദൈവത്തിന്റെ തോളിലും ഇരുന്ന് യാത്ര ചെയ്യുവാനുള്ള കൃപ, അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മെ സുരക്ഷിതമായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള യാത്ര ദൈവത്തോട് കൂടെ ഉള്ളതാണ്. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് അച്ഛൻ അവിടെ ഇപ്പൊ രാത്രിയാണ് എങ്കിലും അവിടുത്തെ രാത്രി സമയം, ഇവിടെ നമുക്ക് പകൽ സമയമാണ് എങ്കിൽ ഈ സമയമൊന്നും കണക്കാക്കാതെ അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ വരാമെന്ന് സമ്മതിച്ചു. സമയത്ത് തന്നെ അച്ഛൻ വന്നു. അച്ഛനെയും കുടുംബത്തെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ടെക്നോളജിയുടെ ഒക്കെ ഒരു ഗുണമാണ്. നാട്ടിലിരിക്കുന്ന ആളും നമ്മളും ഒക്കെ ഒരേ സ്ക്രീനിന്റെ അകത്ത് ഒരേ സമയം ഇരുന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചു. അതും ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവം തമ്പുരാൻ അച്ഛനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഐസക് അച്ഛനും ഒക്കെ നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളത് സന്തോഷമാണ്. സുനുവും ലിനിക്കൊച്ചനും ഒക്കെ നമ്മളോടുകൂടെ ഉണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അസാം കരാനിയൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും എല്ലാം ഈ സമയത്ത് ഭദ്രാസന മർത്തമറിയം സമാജത്തിന്റെ പേരിൽ ഈ സമയത്ത് പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സാംഖ്യ ദാനിയൽ അച്ഛനെ, പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് അച്ഛനിൽ കൂടി ദൈവം കേൾപ്പിച്ച ദൂതന് ദൈവത്തിനും അച്ഛനും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. കാണാതെ പോയ ആട് എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിസന്ധികൾ വന്നു എത്തും കഴിയുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു പ്രവണത എല്ലാവർക്കും പൊതുവെ വന്നു പോകുന്നുണ്ട്. നാമിൽ ഓരോരുത്തർക്കും അങ്ങനെ വന്നു പോകുമ്പോൾ എന്താണ് കർത്താവ് ചെയ്യുന്നത്? നമ്മെ തോളിലേറ്റിയിരിക്കുകയാണ്. ആ സമയത്ത് എന്നെ ദൈവത്തിന്റെ കാൽപ്പാടുകൾ, നമുക്കങ്ങനെ ഒരു കാര്യം അറിയാം. ദൈവത്തിന് നമ്മളെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണെന്നുള്ളൊരു വിശ്വാസം പലപ്പോഴും നമുക്കില്ല. നമുക്ക് നാശനഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു എന്ന് വിചാരിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ പുതിയ വർഷം നമ്മെ സഹായിക്കണമേ. വചനം കേട്ടിട്ട് മറന്നു പോകുന്നവരാകാതെ നമുക്ക് അത് രക്ഷയ്ക്കും ജീവനും രക്ഷയ്ക്കുമായി വചനം ഉതകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അച്ഛനോടും അപേക്ഷിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ സമയമാകുന്നു. നമുക്ക് ഏറെ സമയമില്ല എങ്കിലും എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ടും കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഇത്രയും 100 പേര് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവം നമ്മുടെ മധ്യേ ഉള്ളപ്പോൾ ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും തമ്പുരാൻ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷത്തിലെ നമ്മുടെ തന്നെ ശുദ്ധീകരണവും വിട്ടുമാറിപ്പോകുന്ന, കാണാതെ പോയ ആടിനെ പോലെ ഓടിപ്പോകുന്ന ആടാണെങ്കിലും നമ്മെ ചേർത്ത് കൊള്ളാൻ മനസ്സായ കർത്താവിന്റെ മുമ്പിൽ എല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിട്ടോടാനായിട്ട്. വീണു പോകുന്ന, വിട്ടുപോകാനും ഇടയാകാതെ ചേർന്ന് നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമേനിയെയും എല്ലാ അഭിഷിക്തരെയും തിരുമേനിമാരെയും വൈദ്യശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരെയും ഇടവകയിലെ ചുമതല വഹിക്കുന്ന നമ്മുടെ അച്ഛന്മാര്, കൊച്ചമ്മമാര്, ശമ്മാശന്മാര്, സിസ്റ്റർമാര്, വൈദിക വിദ്യാർത്ഥികൾ, ആൾട്ടർ ബോയ്സ്, ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥന, ബലഹീനരായ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അവരെ എല്ലാവരെയും ഈ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ദൈവിക വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചവരെ ഓരോരുത്തരും അവരവരുടെ ജോലിയിൽ ഇരുന്നു കൊണ്ട്
ദൈവത്തിന് കർത്താവിന് വേണ്ടി കുരിശുരക്ഷയുടെ ആയുധമെന്നും അതുപോലെ സുവിശേഷ വേല ലോകമെങ്ങും നമ്മൾ കർത്താവ് രക്ഷയെ പറ്റി അറിയിച്ചു കൊടുക്കേണ്ട നമ്മുടെ ചുമതല ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും പ്രത്യേകിച്ച് പൈങ്ങോലി അച്ഛനെയും ശുശ്രൂഷിക്കുന്ന കൊച്ചുമയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അന്നമ്മ ഫിലിപ്പ്, ലിസി, ബിജി സ്തോത്രത്തോടെ ഇവരെ സമർപ്പിക്കുന്നു. ഡോണ, ഹ്യൂസ്റ്റണില് ഡയഗ്നോസ് ചെയ്ത 10 പ്രിയപ്പെട്ടവരെ, കുരുവിള, അലക്സ്, ജോയൽ, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പലരും ആരോഗ്യമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ കുഞ്ഞു പ്രായം മുതൽ ഇന്നേ വരെയുള്ള കണ്ടുമുട്ടിയ എല്ലാവരെയും ഒന്ന് ക്ഷമിച്ചും കൊണ്ടും, ആർക്കെങ്കിലും നമ്മൾ വിരോധമോ നമുക്ക് അവരോട് വിരോധമുണ്ട്, അവരോട് പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ടും ആവശ്യത്തിലിരിക്കുന്നവരെ ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ദൈവസന്നിധിയിൽ ഇപ്പോൾ ഒന്ന് സമർപ്പിക്കാം. കോറപ്പിസ്കോപ്പമാരായി തീർന്ന PD സ്കറിയ ഗീവർഗീസ്, ജേക്കബ് ജോൺ എന്നുള്ള കോറപ്പിസ്കോമാരെ സ്വത്രത്തോടെ സമർപ്പിക്കുന്നു. ടോബി, ആഷിക്, ആർജി എന്നുള്ള ശമാശന്മാരെ സമർപ്പിക്കുന്നു. ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന എലിസബത്ത് ഫ്രാൻസിസ്, അതുപോലെ എല്ലാവരുടെയും പേരുകൾ നമ്മുടെ പക്ഷത്തില്ല, പക്ഷെ അവരവർ സമർപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. മാത്യു ജിയാൻ എവലിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് നെയ്തൻ നോവ എന്ന കുഞ്ചും പിള്ളേര് അവർ വളരെ കഷ്ടത്തിലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അവർ കടന്നു. സ്തോത്രം പറഞ്ഞുകൊണ്ട് അവരെ നമുക്ക് തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. ആക്സിഡൻസ് വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അലീനയെ പറ്റി പ്രാർത്ഥിച്ചു. വളരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ദൈവസന്നിധിയിലേക്ക് പോയി. ആ മകൾ മാത്രമുണ്ട്, അവൾ വളരെ ക്രിട്ടിക്കലായിട്ടായിരിക്കുന്നത്. അലീനയെ കാത്തുകൊള്ളണമേ. ശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർപ്പം അവളെയും സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ മക്കളെയും ഈ മുൻപേ രാജ്യവും ദൈവരാജ്യവും നീതിയും അന്വേഷിക്കാൻ പ്രാപ്തരാക്കണമെന്ന് കണ്ണീരോടെ നമുക്ക് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കാം. ഒപ്പം നമ്മളും ശുദ്ധീകരിക്കപ്പെടുവാനും കുഞ്ഞുമക്കൾ ലോകത്തുള്ള എല്ലാ തലമുറയെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ശിശു അവസ്ഥ മുതലേ ശൈശവപ്രായം, ബാല്യപ്രായം, യൗവനം, ജോലിയിലിരിക്കുന്നവരെ, കുടുംബസ്ഥരായിരിക്കുന്നവരെ, ജോലിയിൽ സ്ട്രെസ്, പഠനത്തിൽ സ്ട്രെസ്, സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷൻ, ഡെസ്പെയർ, കുടുംബജീവിതത്തില് സ്ട്രോങ് ആയിരിക്കാൻ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെയുള്ള ബന്ധം ദൃഢമാകുവാൻ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മള് മാത്യുവിന് ജിയാനുവിന് വേണ്ടി സ്തോത്രം പറഞ്ഞു. ഹാന, ആൻ, എലിസബത്ത്, ആൽബിറ്റ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്റർനെറ്റ് ലഹരിയുടെ ഒക്കെ ആധിപത്യത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കാൻ, ശത്രുവിന്റെ കെണിയിൽ പെടാതിരിക്കാൻ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്ന് മുട്ടിപ്പായി യാചിക്കാം. അവരെ എല്ലാം സമർപ്പിക്കുന്നു. ഏഞ്ചല, ഷാനൻ, അഭിലാഷ് ഇവരെല്ലാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഡീക്കൻ ഷാജിയാൻ, മല, സ്റ്റീഫൻ ആൻഡ് അനിൽ, റോബിൻ ആൻഡ് ദിവ്യ, അനേക കുഞ്ഞുങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവരെ കാത്തുകൊണ്ടേന്ന് പ്രാർത്ഥിക്കാം. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, അതുപോലെ ബർണബാസ് ചർച്ച്, സെയിന്റ് തോമസ് അറ്റ്ലാന്റ ചർച്ച്, എബി ഫിലിപ്പച്ചന്റെ ചർച്ച് എല്ലാം സമർപ്പിക്കുന്നു. യുദ്ധം, പീഡ, നാച്ചുറൽ കലാമിറ്റീസ്, വിഷമിക്കുന്നവരെ, ആശ്രയക്കാരുണ്യ നിലയം, പ്രശാന്ത വാർദ്ധക്യത്തിലിരിക്കുന്നവർ, അൽസമൻസ് ഡിമെൻഷ്യ, ഇവരെ എല്ലാം പരിചരിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വസ്ത്രം, ഭവനം, ചികിത്സ, അഭയ കേടായില്ലാത്തവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരുണ്ട്. നമ്മുടെ സഹായം എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നവരെ ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. അവർക്ക് എത്തിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് ആ മനസ്സുണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പേരൻസ് ആയ രേഷ്മ, മെൽബിൻ, ജൂലി, ഏഞ്ചൽ, അഞ്ചു കൊച്ചമ്മ, ബെറ്റ്സി, റാണീസ്, സുമതി, ടിഷ കൊച്ചമ്മ ഇവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് മാതൃത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ബെറ്റ്സി, രേഷ്മയ്ക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന എല്ലാ പേരുകളും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ പേരുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ മനസ്സിലുള്ളവരെയും സമർപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ജീവിത പങ്കാളികളെ ലഭിച്ചവർ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് സ്ഥിതിയൻ ബാവ, ഉഗയൻ ബാവ, പൗലോസ് സ്ഥിതിയൻ ബാവ, എല്ലാ അഭിഷിക്തരെയും സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ അഭിഷിക്തരെയും സമർപ്പിക്കുന്നു. ആത്മാക്കളെ ഇമ്പമുള്ള പർദീസയിൽ പാർപ്പിക്കണം. അവരും നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ ജോർജ് കോശിതാത്മാവിനെ സമർപ്പിക്കുന്നു. ജിജി ജോർജ്, സജീവ് കുര്യൻ, ബേബി, മാത്യു, മിസസ് ഷീബ വർഗീസ്, അവരുടെ ആത്മാക്കളെ എല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖത്തോടെ ഇപ്പോഴും ദുഃഖത്തിൽ നിന്ന് മോചിതരാകാത്ത അവൾക്ക് ആശ്വാസമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും
സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രതിസന്ധികളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സാറാമ്മ ജോർജ് അമ്മാമ്മയാണ് പ്രാർത്ഥിക്കുന്ന. അമ്മാമ്മയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് അമ്മാമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ എലിസബത്തെ? കേൾക്കാം അമ്മാമ്മേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് പൊറുക്കണമേ. പുതിയ വർഷം തിരുമുൻപിൽ വിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളവരായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ട എലിസബത്ത് സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും വീണ്ടും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആവശ്യങ്ങളും പ്രയാസങ്ങളും വേദനകളും അറിഞ്ഞ് കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളിലെ എല്ലാ ഇടയന്മാരെയും ഇടവകാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവായെയും ഞങ്ങളുടെ ഭദ്രാസനത്തെ നയിക്കുന്ന മാർ ഇവാനിയോസ് തിരുമേനിയെയും മറ്റെല്ലാ തിരുമേനിമാരെയും പട്ടക്കാരെയും ഷമാസന്മാരെയും വൈദിക വിദ്യാർത്ഥികളെയും എല്ലാ സുവിശേഷ വേലക്കാരെയും കർത്താവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സഭാമക്കളെ വിശ്വാസത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കൃപ നൽകി ദൈവം ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കൂട്ടായ്മയുടെ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും വ്യക്തികളായും കുടുംബങ്ങളായും അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും പല പ്രായത്തിലുള്ള മക്കള് രോഗത്തിലും വേദനയിലും കൂടി ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്നു. ദൈവമേ, അവർക്കൊക്കെ വേണ്ടി അടിയങ്ങളെ ഒന്ന് നിന്നോട് യാചിക്കുന്നു. നിന്റെ മക്കൾക്കെല്ലാം സൗഖ്യവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ ബലപ്പെടുത്തണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും പലവിധ കാരണങ്ങളാൽ സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളിൽ ദൈവം സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളെയും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അവരുടെ ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് നയിക്കുവാനുള്ള ബുദ്ധിയും കഴിവും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ജോലി ആഗ്രഹിക്കുന്നവരെയും വിവാഹം ആഗ്രഹിക്കുന്നവരെയും മക്കളെ ആഗ്രഹിക്കുന്നവരെയും എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയോടെ അവരെ തൃക്കൺ പാർക്കണമേ എന്ന് യാചിക്കുന്നു. ലോകമെമ്പാടുമുള്ള അനാഥരോടും വിധവമാരോടും വാർദ്ധക്യത്തിന്റെ വിഷമതകളിൽ കൂടി കടന്നു പോകുന്നവരോടും ഏകാഗികളായവരോടും കരുണ തോന്നണമേ. ദൈവമേ, വഴിതെറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് ഒരു മടങ്ങിവരവ് ദൈവം കൊടുക്കണമേ. അവരെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ കഴിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ദൈവം സമാധാനം കൊടുക്കണമേ. ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന നേതാക്കന്മാർ യഥാർത്ഥ ദൈവഭയമുള്ളവരായിട്ട് നീതിയോടെ ഭരിക്കുന്നതിനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും യുദ്ധം മൂലവും കഷ്ടപ്പെടുന്ന ജനങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ലോകത്തിന് സമാധാനം തരണമേ എന്ന് യാചിക്കുന്നു. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലവിളിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കളോട് കരുണ തോന്നണമേ. യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. അവരുദ്ദിഷ്ട സ്ഥലങ്ങളിൽ സൗഖ്യത്തോടെ സമാധാനത്തോടെ എത്തിച്ചേരുന്നതിന് ദൈവം കരുണ ചെയ്യണമേ. തിരുമുൻപിൽ തലയെ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, അടിയങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ആഗ്രഹിച്ചിട്ടും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ പോയ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, അക്കരുണയുടെ ചിറകിൻ കീഴിൽ അവരെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ജീവിത പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് സമാധാനം കൊടുക്കണമേ എന്ന് യാചിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ. അടിയങ്ങളെല്ലാം ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തണമേ എന്ന് വീണ്ടും യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യാചിക്കുന്നു. കരുണയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ആമേൻ.
ആശീർവാദം പറയാം. ഐസക് അച്ഛൻ ആണെങ്കിൽ ആശീർവാദം. ഐസക് അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അച്ഛൻ. മ്യൂട്ടായിട്ടിരിക്കുകയാണ്. മ്യൂട്ടാ. ഇല്ലെങ്കിൽ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനെയും കാണുന്നില്ല ഇപ്പോഴും. ഇപ്പൊ ഇല്ല. ഓക്കെ, സാമച്ചൻ ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസവും ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, നമ്മുടെ എല്ലാ രോഗികളുടെ മേലും, സകല മരിച്ചുപോരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ഷിനി നമ്മുടെ പുതിയ ജനറൽ സെക്രട്ടറിയാണ്. അനുഗ്രഹമായി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. ഷിനി പറയണമേ. Thank you, Andy. Praise the Lord. First and foremost, let me thank our Father in heaven for this blessed Friday that He has given us. എല്ലാവരും ഒന്ന് ചേർന്ന് വരുവാനും വന്നുകൂടി പ്രാർത്ഥിക്കാനും തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. Respected Tirumeni, we thank you for your presence, even though it was a busy schedule for you. You joined us today for this prayer meeting. Thank you, and may God bless you and empower you to guide us continuously on His path. സാമച്ച, നഷ്ടത്തിൻ്റെ വില ഞങ്ങൾക്ക് അറിയിച്ചു തന്നതിനായി നന്ദി. കാണാതെ പോയ ആടിനെ തേടി ആട്ടിടയും പോയ പോലെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഓടിപ്പോകുമ്പോൾ, നമ്മുടെ കൂടെ ഉള്ളവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ല കുറച്ച് ക്ഷണത്തിനെങ്കിലും നമ്മൾ വഴിതെറ്റി പോയാലോ നാഥ, ഞങ്ങളെ തേടി നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ തന്നതിന് വേണ്ടി താങ്ക് യു സാമച്ച. ദൈവം അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you to all the Achins who attended this prayer meeting, especially to Isaac Achin, our former leader, for finding time to join us. Elizabeth Auntie, no words can ever justify our thankfulness to your dedication and your untiring efforts to conduct this week after week, this prayer meeting. Thank you so much. May God bless you and your family in everything you do for a Lord's glory. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മമാരെ ഓർത്ത് ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു ഐവി ആൻറ്റി, മേരി ആൻറ്റി, രാഹിൽ കുട്ടി ആൻറ്റി ആൻഡ് സൂസി ആൻറ്റി for reading out the scriptures for us. Thank you, Sarah Mama, for uplifting our petitions in prayer. May the voices of all who mourn and seek God be heard in His presence. We plead that, Lord, may your mercy be poured on to us. Thank you, Sheena and Anne, for rendering your voices for His glory. I thank Ebiachin and Sheena. Today at this prayer, I pray that may all our works be led and be guided by our Most High, that we do everything in prayer and love for our mothers and sisters. May the prayers, love, and support be a pillar for the road that lies ahead of us. Thank you to both our former MMVS leaders, Sunu Auntie and Lini Kochama. Thank you so much for joining us in this prayer today. Thank you for, to all our regional and unit secretaries, former and current. And a special thank you to all our Eves who have joined today's prayer from across the nation. Continue to pray for your children and for us. And as Tirumeni said, let the number of prayer warriors increase day after day and week after week for this prayer meeting. Thank you to everyone. May God bless us all. Thank you so much.
ഓക്കെ, താങ്ക് യു ഷെനി ലിജോ കുര്യൻ. ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു അച്ഛൻ. താങ്ക് യു.